ഇൻസ്റ്റാഗ്രാമില് 50 മില്യൺ ഓടിയ ഒരു ട്രെൻഡിങ് നൈറ്റി ഡാൻസ് ഉണ്ട്. ആ ഡാൻസ് തപ്പി വന്നപ്പോ കിട്ടിയ ടീമാണിത്. ടീം തുടങ്ങല്ലേ? ഓക്കെ, ഫുള്ള് വൈബാണ്. ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇനി ആരെങ്കിലും ചോദിക്കും ഇനി വല്ല കുടുംബശ്രീ മീറ്റിംഗ് ആണോ എന്നൊക്കെ. നാളെ ഒരു വർത്താനം ഉണ്ടാവും എന്തായാലും. ഇന്നലെ എന്തായിരുന്നു പരിപാടി? നിങ്ങളുടെ ഡാൻസുകൾ കൂടുതലും രാത്രിയാണ് നടക്കാറെന്ന് തോന്നണം അല്ലേ? അത് എല്ലാവരും വർക്കിംഗ് ആണ്. അപ്പൊ ഞങ്ങള് കസിൻസ് ആണ്. അപ്പൊ എല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ വരുന്ന ഒരു ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം ആവും. അപ്പൊ പിന്നെ ഇവരെ പഠിപ്പിക്കാന്ന് പറയുന്നത് ഇച്ചിരി ടാസ്കാ. അപ്പൊ ഇവരെയും പഠിപ്പിച്ച് എല്ലാം വരുമ്പോ ഒരു 12 മണി 1 മണിയാവും. അപ്പൊ ആ സമയത്ത് ഇവിടെ ഭയങ്കര സൈലൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് അപ്പോഴായിരിക്കും നിങ്ങൾ ബഹളം ഉണ്ടാക്കിയത്. അതെ അതെ അതെ. അപ്പൊ ബാക്കിയുള്ളവരെ കിടന്നുറങ്ങാൻ സമ്മതിപ്പിക്കില്ല. അതെ, ബ്ലൂടൂത്ത് സ്പീക്കറിൽ. നമുക്ക് ആദ്യം പേരെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടാലോ? ഞാൻ അത് മറന്നുപോയി. കുഴപ്പമില്ല. എന്റെ പേര് ചിന്നു. എന്റെ പേര് ശിവാനി. അനശ്വര. മീര. ഷീന. നിങ്ങൾ രണ്ടുപേരും ഒരേ കോസ്റ്റ്യൂമാണ് കേട്ടോ. ഭയങ്കര ഐക്യം. ഓ എന്റെ മോനെ, നാത്തൂൻ വൈബാണെന്നൊക്കെ. ഇവരിങ്ങനെ തന്നെയാണ്. അവരങ്ങനത്തെ അവരല്ല, ഞങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനെയാണ്. എങ്ങനെ നിങ്ങൾ ഈ പ്രാക്ടീസും പരിപാടികളൊക്കെ ഇങ്ങനെ രാത്രി മാത്രമേ ഉള്ളൂ, അതോ ഏതെങ്കിലും ഒഴിവ് സമയം കണ്ടെത്തി അപ്പ വന്ന് ഡാൻസ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ വന്നിരിക്കോ? ഇല്ല, ഇപ്പം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ഇവിടെ അല്ലായിരുന്നു. ഓക്കെ, ഞാൻ കൊച്ചിയിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു 1 മന്ത് ആയിട്ടുള്ളൂ തൃശ്ശൂരായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ അല്ലേ ഇത്, മുന്നത്തെ വീഡിയോസ് നോക്കുകയാണെങ്കിലും അതായത് ഞങ്ങള് എപ്പൊക്കെ കൂടുന്നുണ്ടോ അന്നേരം ഏതെങ്കിലും ഡാൻസ് പ്രാക്ടീസ് ചെയ്യും, കളിക്കും. അങ്ങനെയാണ്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ. ഈ നൈറ്റ് ഇട്ടിട്ട് ഡാൻസ് കളിച്ചപ്പോ എന്തെങ്കിലും എന്താ പറയാ, നൈറ്റ് ഇട്ടിട്ട് ഡാൻസ് കളിക്കണ്ടെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള്? ഇല്ലേ, ഞങ്ങൾ ഡ്രസ് മാറാൻ മടിയായിട്ട് ഞങ്ങൾ പറഞ്ഞു നൈറ്റി മരുതുകൊണ്ട് കളിക്കാൻ മുക്കുന്ന പറഞ്ഞു. നിങ്ങളാണപ്പോ നൈറ്റ് ഇട്ടിട്ട് കളിക്കാൻ കാരണം ഇതിന് മുമ്പത്തെ എല്ലാ വീഡിയോസും നോക്കുകയാണെങ്കിലും നൈറ്റി ഇല്ല. ആകെ ഒരു വീഡിയോയിൽ മാത്രമേ നൈറ്റി ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ഞങ്ങൾ നല്ലപോലെ ഡ്രസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. പക്ഷെ അതിനൊന്നും മില്യൺ അടിച്ചില്ല. അപ്പൊ നൈറ്റി ആണ് ആക്ച്വലി മില്യൺ അടിക്കാൻ ഒരു റീസൺ. അതും ചില്ലറ മില്യൺ ഒന്നല്ല. എത്ര മില്യണ പറഞ്ഞു കൊടുക്ക? 50 മില്യൺ. സന്തോഷായില്ലേ കേട്ടപ്പോ? എങ്ങനെയുണ്ട് നാത്തുമാരെ? സന്തോഷായി. എന്നോട് പറഞ്ഞു ആദ്യമേ ഇവര് ചിരി തുടങ്ങിക്കഴിഞ്ഞാ നിർത്തൂല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവര് ഫുള്ള് ഭയങ്കര വൈബ് ഉള്ള ടീമാന്ന് തോന്നുന്നല്ലേ? ഇവരെ പോലെയൊക്കെ ആവണ്ടേ ഇങ്ങനെ നാത്തൂൻ വൈബ്? ഏതെങ്കിലും നാത്തൂനൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ഇപ്പൊ നിങ്ങള് നേരത്തെ മുതലേ ഈ ഡാൻസ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഡാൻസ് തന്നെയാണ് റീൽസ് ആയിട്ട് ഇടണേന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു? അതോ വെറുതെ എന്തെങ്കിലും റീൽസ് സ്വാഭാവികമായിട്ട് നമ്മൾ നാച്ചുറലി ചെയ്യുന്ന പോലെ എന്തെങ്കിലും ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? ഒരു 3-4 തപ്പി പ്രാക്ടീസ് ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും പറ്റുന്നില്ല. അപ്പൊ അമ്മ എന്നെ പറഞ്ഞു നമുക്ക് ഇതൊന്ന് കളിച്ചു നോക്കിയല്ലോ. അമ്മയുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് വെറുതെ കളിച്ചതാണ്. അങ്ങനെ ഞങ്ങള് സിമ്പിൾ സ്റ്റെപ്സിന്റെ ആൾക്കാർ. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അതായത് അമ്മമാർക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാണ് മക്കൾ ഇടുക. നിങ്ങളായിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എളുപ്പമുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ചെയ്താലോ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് അത് പറ്റില്ല. സജഷൻസ് തരും. ഓക്കെ. ഈ പ്രായത്തിലും ഡാൻസ് കളിക്കണമെന്നൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കണൊക്കെ ഉണ്ട്. എന്താ പറയാ? ഡാൻസ് ഇപ്പഴും കളിക്കണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയും കളിക്കാൻ ഇതിന്റെ പുറകിലൊരു സംഭവം ഉണ്ട്. ബേസിക്കലി ഇപ്പം അതെന്റെ അമ്മായിയാണ്. അമ്മായിനെ അതായത് അമ്മായിയുടെ മാരേജ് നടക്കാനുള്ള ഒരു റീസൺ തന്നെ ഒരു അമ്പലത്തില് ഡാൻസ് കളിച്ചതാണ്. ആ സ്റ്റോറി പറ കേക്കട്ടെ. കേക്കട്ടെ, ഞാനത് കേട്ടിട്ടേ പോകുള്ളൂ. അത് അമ്മയുടെ വീടാണ് പൊറോട്ടാണി. ഇതെങ്ങനെ നിങ്ങൾ എല്ലാരും കണക്റ്റഡ് ആണ്? ഓക്കെ. അമ്മായിയുടെ വീട്ടിലേക്ക് കളിക്കാൻ പോയതാ. അപ്പൊ അവിടെ ചേട്ടന്റെ വീട് എവിടെയാ. അപ്പൊ അങ്ങനെ ആള് കണ്ടിട്ട് വീണ് പോയി. ഡാൻസിൽ വീണു. കഴിഞ്ഞ ദിവസം വരെ മാമൻ എന്നിട്ട് പറയുകയും ചെയ്തു ആ സോങ് ഏതാണെന്നും എല്ലാം പറഞ്ഞിരുന്നു. ഞങ്ങള് അങ്ങനത്തെ ഒരു റീല് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സോങ് വെച്ചിട്ടൊരു റീല്. നൊക്ലാജിയ. അപ്പൊ അതാണല്ലേ കൂടുതലും ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നല്ലേ? പഴയ ആ ഒരു അങ്ങനെ കിട്ടുമ്പോ ഡാൻസ് കളിക്കാൻ അങ്ങനെ ഇഷ്ടമാണ്. ആദ്യം വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങളെക്കാളും ഉഷാറ്. ഇവര് പാട്ടൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഈ പാട്ടൊക്കെ ട്രെൻഡ് ആയിട്ട് മാറാറുണ്ട്, അപ്പൊ നമുക്ക് ഇത് ചെയ്യാം അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇവരെന്നെയാണ് പറയാ ഇത് കളിച്ചാലോ ഇത് കളിച്ചാലോ പറഞ്ഞ കാണിച്ചു തരും. ഇങ്ങനെ ഇനി എന്തെങ്കിലും കോസ്റ്റ്യൂംസ് ഒക്കെ
പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇവരെപ്പോഴും പറയും നൈറ്റ് മതി, അല്ലെങ്കിൽ അതായത് ഞങ്ങൾ പറയും നമ്മള് പതിലാണല്ലോ അറിയപ്പെടുന്നത്, അപ്പൊ നൈറ്റി ഇടാന്ന്. അപ്പൊ ഇവര് പറയും ഇനി എന്തിനാ നൈറ്റി, ഇനി ഞങ്ങളൊന്ന് ഒരുങ്ങട്ടെ എന്ന് പറയും. സാരിയൊക്കെ കൊടുക്കണം. അലമാരയിൽ ഇങ്ങനെ സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുകയാണ്, അപ്പൊ അത് ആൾക്കാരെ കാണിക്കണല്ലോ, അതിന് വേണ്ടിട്ട്. അതുകൊണ്ട് മാത്രം. ഞാൻ ആദ്യമേ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നൈറ്റിയിലായിരുന്നു നിൽക്കേണ്ടത്. ആദ്യമേ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മള് കാച്ചി ആയിട്ട് തോന്നാ ആ ഒരു കോസ്റ്റ്യൂം ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് നൈറ്റ് ഇട്ടിട്ട് നമുക്കൊരു ഡാൻസ് എന്തായാലും തരുന്നതായിരിക്കും. നിങ്ങള് ഈ ഡാൻസ് ഒക്കെ ആരാ സ്റ്റെപ്പ് ഇടുന്നത്? ആരൊക്കെയാ സ്റ്റെപ്പ് ഇടണത്? ഞങ്ങളെല്ലാവരും ഇടുമല്ലോ. നിങ്ങളെല്ലാരും അവരാദ്യമേ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇടുന്നതെന്നുള്ളത്. നിങ്ങൾ എവിടെ നിന്ന് ഇത് ഇടുന്നത്? രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തൊക്കെ ഇടുമോ അതോ? അല്ല, ഞങ്ങൾ ഓൾറെഡി ആ റീലിൽ സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് നമ്മൾ എടുക്കുന്നു, ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി പറ്റാത്തത് നമ്മള് എന്തെങ്കിലും കയ്യിലെടുത്തിടും. ഓക്കെ. ആ സോങ് ആരാ തെരഞ്ഞെടുത്തേ? അമ്മയാണല്ലേ തെരഞ്ഞെടുത്തേ. അമ്മ എങ്ങനെയാ അമ്മ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ഒക്കെ പിക്ക് ചെയ്തെടുക്കുന്നേ? അത് മൊബൈലില് റീല് കാണുമ്പോ ഞാൻ നല്ലതാന്ന് തോന്നുമ്പോ സേവ് ചെയ്ത് വെക്കും. ഇവർക്ക് ആ ബുദ്ധി തോന്നിയില്ലല്ലോ, അതും അമ്മയുടെ തലയിൽ സമയമല്ല, അതുകൊണ്ടാണ്. നിങ്ങളെല്ലാരും കൂടി എന്താ നിങ്ങളുടെ എന്താ പറയാ ഹോബീസ് എന്തൊക്കെയാ? നിങ്ങളെല്ലാരും കൂടി ഒഴിവ് സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് വർത്താനൊക്കെ പറയാറുണ്ടോ? ഇതാണ് താല്പര്യം. ഇതാണ് താല്പര്യം. ഞങ്ങളുടെ വേറൊരു മെയിൻ ഹോബി എന്ന് പറയുമ്പോ ചോറിനായിരിക്കും അടുക്കളയിലായിരിക്കുള്ളൂ. എല്ലാരും കൂടി കൂട്ടത്തിലായിരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഏതെങ്കിലും കുടുംബശ്രീ വർത്താനായിരിക്കും. പിന്നെ മെയിൻ പിന്നെ ഫുഡ് ഉണ്ടാക്കും. നിങ്ങൾക്ക് മാത്രമായിട്ടൊരു കൂട്ടം ഇങ്ങനെ ഉണ്ടാക്കി കൂടെയായിരുന്നോ? നിങ്ങൾ ഏതായാലും 5 പേരുണ്ട്. പക്ഷെ ഇവിടുന്ന് ലോൺ കിട്ടൂലായിരിക്കും ചിലപ്പോ. നിങ്ങൾ തന്നെ ആക്കി കൊടുക്കേണ്ടി വരും മിക്കവാറും. ഇഷ്ടമെല്ലാം ഉണ്ട്. അടിക്കാണ്ട് വീട്ടിന്റെ മുന്നിൽ ആൾക്കാർ വന്നിക്കുന്നൊക്കെ ഇവിടെ ഇരുന്ന നല്ല രസാട്ടോ. എന്താ വഴി കൂടെ പോണ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും, അവരെയൊക്കെ ഇരയാക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ വഴി കൂടെ പോകുന്നവർക്ക് അത് തോന്നില്ല. ഇവിടെ ഇരുന്നപ്പോ ഉണ്ടല്ലോ, ഞാൻ അതിൽ കൂടെ ആളുകൾ പോയപ്പോ നൈസായിട്ട് രണ്ടുപേരും കൂടി എന്തൊക്കെയോ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങള് അങ്ങനെ ആയിപ്പോയി. അതൊരു കലയാണ്. ഈ ഈ സമയത്ത് ഇതിൽ കൂടെ പോയിട്ടുള്ള ഇവരുടെ ഫ്രണ്ട്സും നാട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഉപകാരം. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. നിങ്ങളുടെ ഈ ക്യാമറ ഒക്കെ, നിങ്ങൾ 5 പേരാണ് ഈ ഒരു ഫ്രെയിമിൽ ഇരിക്കുന്നത്. 5 പേരാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ്? പിന്നില് പ്രവർത്തിച്ച ഞങ്ങൾക്ക് 2 ക്യാമറമാനാണ് ഉള്ളത് ഇപ്പൊ നിലവില്. അതെ, എല്ലാത്തിലും ഞങ്ങൾക്ക് ഒരു ക്യാമറമാനാണ് ഇപ്പോഴും എടുത്തരാറ്. പക്ഷെ ഈ വീഡിയോ എടുത്തപ്പോ വേറൊരു ക്യാമറമാനായിരുന്നു. ഓഹോ, അതെന്താ? പുതിയൊരു ക്യാമറമാൻ. കാരണം അതിന്റെ തലേദിവസം ഇവിടെ അമ്പലത്തിലെ കാവടിയായിരുന്നു. അപ്പൊ പഴയ ക്യാമറമാനെ വയ്യായിരുന്നു, ക്ഷീണിച്ചുറങ്ങിപ്പോയി. അപ്പൊ പുതിയ ക്യാമറമാൻ ഞങ്ങൾ എടുത്തു. അതായത് അത്രയും നാളെ എടുത്തോണ്ടിരുന്നത് ആ ഒരു ക്യാമറമാനാണ്. അതെ, പേര് പറയണ്ട. ഞങ്ങളുടെ ഫാമിലിയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വിളിക്കുന്നത് ഇൻസ്റ്റാ നെയിം മാത്രമേ വിളിക്കത്തുള്ളൂ. അത് കളിയാക്കി വിളിക്കാൻ തുടങ്ങിയതാണ്, പിന്നെ അങ്ങനെ ശീലമായി പോയി. നിങ്ങളുടെയൊക്കെ ഇൻസ്റ്റാ നെയിം എന്ന് പറഞ്ഞു? ചിന്നു രാജു. അങ്ങനെ വിളിക്കുള്ളൂ, അങ്ങനെ പറയും നിങ്ങളെല്ലാരും? അമ്മ ഉൾപ്പെടെ ചിന്നു രാജു എന്ന് വിളിക്കുവോ? ഇല്ല, അതുകൊണ്ട് അമ്മ അങ്ങനെ വിളിക്കില്ലേ. ബാക്കി ഇത് ശിവമോള്, ഇത് അനശ്വര ഘോഷ്, ഇത് മീരാരാജു. പിന്നെ ഞങ്ങളുടെ ക്യാമറമാൻ അജയ് ഘോഷ്, വിവേക് ബേസിക്. നിങ്ങളുടെയൊക്കെ ഒറിജിനൽ പേര് തന്നെയാണ്. അതിന്റെ കൂടെ ആകാശ് പോപ്പിൻസ് അങ്ങനെ നെയിം ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അതായിരിക്കും നിങ്ങൾ വിളിക്കാന്ന്. നോർമൽ നെയിം തന്നെയാണ് വിളിക്കുക. അപ്പൊ ആളായിരുന്നു ക്യാമറമാൻ ആയിരുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ആ ഒരു ക്യാമറമാൻ മാറി പുതിയ ആള് തിരിഞ്ഞത്. മേ ബി നിങ്ങളുടെ ആ ഒരു റീലിന്റെ ഇതാണോ, ഇനി ആ ക്യാമറമാൻ വന്നതിന്റെ ആ ഒരു എന്താ പറയാ ഒരു ഭാഗ്യാണോ? ചിലപ്പോ ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തമായിട്ട് വന്നൊരു ഭാഗ്യം. ഓഹോ, കുടുംബത്തിലേക്ക് ആള് റിലേറ്റീവ് തന്നെയാണ്. എല്ലാവരും ഇവര് കുടുംബത്തോടുകൂടി കലാകാരന്മാരാണ്. കുടുംബശ്രീ. ഞങ്ങള് ബ്യൂട്ടീഷ്യൻ. അടിപൊളി.